അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ബേസിൽ ജോസഫിൻ്റെ സിനിമയാണ്, നുണക്കുഴി എന്ന് പറയുന്ന സിനിമയാണ്. നല്ല ഹിറ്റായിട്ടുള്ള പടമാണത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് വീഡിയോ കാണാം. പുതിയ ലുക്കിലാണല്ലോ. സോറി സർ. ഡോറ് തുറക്കണമെങ്കിൽ ആള് വേണം. ഗുഡ് മോർണിംഗ് സർ. അവിടെ ഭയങ്കര ഗൗരവക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ. സാർ കുടിക്കാൻ എന്തെങ്കിലും? കുടിക്കാൻ ഒരു കാപ്പി പറയും, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ. സൺലൈ സാർ, ഫ്രഷ് ഫ്ലവേഴ്സ്, നല്ല മണമുള്ളത്. രാവിലെ എന്നെ കൊണ്ടുവെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വെച്ചിട്ടില്ല. രാവിലെ എന്നെ കൂട്ടുകളാനായിട്ട്. സാർ ഞാൻ വേറെ വാങ്ങി വരാം സാർ. ഇത് May I come in, sir? യെസ്, Good morning, sir. ഗുഡ് മോർണിംഗ്. എസ്റ്റേറ്റിലെ ഫയലും വൗച്ചേഴ്സ് ഒക്കെ ഇതിലുണ്ട്. ഒന്ന് നോക്കിയാൽ വളരെ നന്നായിരുന്നു. ഇതൊക്കെ കൂടെ എന്തിനാ എനിക്ക് വരുന്നത്? കട പോകാനാണോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്? സക്കറിയ സാർ ഉള്ളപ്പോഴത്തെ രീതിയാണ്. എല്ലാ മാസത്തെയും കണക്ക് കിട്ടണമെന്ന് സാറിന് നിർബന്ധമായിരുന്നു. അത് ഡാഡിക്ക് മൂർത്തിയെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നല്ല വിശ്വാസമാണ്. സക്കറിയ സാറിന് എന്നെ നല്ല വിശ്വാസമായിരുന്നു. അത് മൂർത്തിയുടെ വിശ്വാസം. അല്ലെങ്കിൽ അതവിടെ വെച്ചിട്ടോ. ആ മൂർത്തി, ഞാൻ കുറച്ച് ദിവസമായി വിളിക്കണമെന്ന് വിചാരിക്കുന്നു. എബി എങ്ങനെയുണ്ട്? ഓഫീസ് കാര്യങ്ങളിലൊക്കെ ഒരു ഗൗരവം വന്നിട്ടുണ്ടോ? കുഴപ്പമില്ല മാഡം. എബി സാറ് എല്ലാം പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. മുന്തി തള്ളി ഓഫീസിലേക്ക് വിടുന്നു. മൂർത്തിയോട് എനിക്ക് പറയാൻ കൊള്ളത്തില്ല. രണ്ടും കൂടെ ഏത് നേരം മുറിക്കാത്ത കേക്ക്. കൊഞ്ചാതെ അവിടെ ഇരുന്ന പോലെ പണിയെടുക്കബി. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഞാൻ വെക്കുവാ. ആ പുള്ളിക്കാരന് സുഖമില്ലാതായപ്പോ അവന്റെ കല്യാണം കൂടിയാച്ച് മരിച്ചാൽ മതി എന്നും പറഞ്ഞ കുട്ടിക്കളി മാറാത്ത ചെക്കനെ പിടിച്ച് കെട്ടിച്ചത്. കല്യാണം കഴിയുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തം വരുമെന്ന് സാറും വിചാരിച്ചു കാണും. ആ അങ്ങനെ ആയാ മതിയായിരുന്നു. മാഡം പറഞ്ഞ പോലെ എസ്റ്റേറ്റിലെ കണക്ക് ഞാൻ സാറിന് കൊടുത്തിട്ടുണ്ട്. 2 ദിവസമെങ്കിലും എടുക്കും അത് നോക്കി തീരാൻ. ആ നന്നായി, പണി എടുക്കട്ടെന്നേ. മോളെ, നീ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇപ്പൊ മമ്മി പുറത്തുണ്ട്. ഇപ്പൊ ആരാന്ന് ചോദിക്കും. ഞാൻ വെക്കട്ടെ. വകല്ലേ, ഞാൻ ഇവിടെ ലാപ്ടോപ്പില് നമ്മുടെ മിനിഞ്ഞാന്നത്തെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യരുതെന്ന്. ഇനി ബെഡ്റൂമിൽ അങ്ങനെ ലാപ്ടോപ്പ് ഉണ്ടാവണ്ടല്ലോ, എടുത്ത് തോട്ടിക്കളഞ്ഞു. എന്താ മോളെ, വേറെ ആരുടെ അല്ലല്ലോ, നമ്മുടെ അല്ലേ. ഇതൊക്കെ എൻജോയ് ചെയ്യണല്ലേ. പിന്നെ എല്ലാരും ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നത്. എന്തൊരു നാണം കെട്ട പരിപാടിയാ ഇത്. ഈശ്വരൻ, ഒരു പണിയാണല്ലോ വരുന്നത്. നമസ്തേ, ഗുഡ് മോർണിംഗ്. ഞങ്ങളൊരു പരിശോധനയ്ക്ക് വന്നതാണ് ഫ്രം ഇൻകം ടാക്സ്. പ്ലീസ് കോപ്പറേറ്റ്. സാർ, ഞാൻ സീനിയർ അക്കൗണ്ടന്റ് കൃഷ്ണമൂർത്തി. നിങ്ങൾ തുടങ്ങിക്കോളൂ. ഞങ്ങൾ പറയാതെ ഇനി ആരും മൊബൈലും കമ്പ്യൂട്ടറും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ സാറേ, ഈ ഓഫീസിൽ കണക്കെല്ലാം വളരെ കൃത്യമാണ് സാർ. ഇവിടെ ഉത്തരവാദിത്തമുള്ള ആരോ? എനിക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട് സാർ. അതല്ല, ഡയറക്ടർമാരോ MD അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? MD അകത്തുണ്ട്, പക്ഷെ ചെറുപ്പമായതുകൊണ്ട് ഉത്തരവാദിത്തം വെച്ച് വരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല. സെർവർ റൂം എവിടെയാ? സർവർ റൂം അവിടെയാണ് സാർ. അതൊന്ന് കാണിച്ചു കൊടുക്കും. രാജേഷ്, യു പ്രൊസീഡ്. യു കം വിത്ത് മീ. എന്റെ ദൈവം, നീ എന്നെ വഴക്കു പറയല്ലേ മോളെ, പറയട്ടെ. ആരോട് വെച്ചിട്ട് കയറി വരുന്നത്? കേട്ടോ, വി ആർ ഫ്രം ഇൻകം ടാക്സ്. ഐ എം ഭാമ കൃഷ്ണൻ. നൈസ് നെയിം, ഭാമകൃഷ്ണൻ. ഐ എം എബി സക്കറിയ. വി കെയിം ഹിയർ ഫോർ എ സെർച്ച്. അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂർത്തിയോട് ചോദിച്ചാൽ മതിയല്ലോ. അതൊക്കെ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് മാറണം. ഇങ്ങോട്ട് മാറാം. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ മാത്രം ഇങ്ങോട്ട് മാറും. ഇതെന്റെ പേഴ്സണൽ ലാപ്ടോപ്പ് മൊബൈൽ. അതുകൊണ്ടാ പറഞ്ഞത് അതെല്ലാം അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. വിവേക്, യു സെർച്ച്. മിസ്റ്റർ മൂർത്തി, നിങ്ങളുടെ എല്ലാ കൺസേൺസിന്റെയും അതെന്റെ വൈഫാണ്. ഞങ്ങളൊരു സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അർജന്റ് മീറ്റിംഗിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്പീക്കർ ഫോണിൽ ഇട്ട് കൊടുക്കും. അല്ല വേണ്ട, കട്ട് ചെയ്തു.
ആ ഇവൻ ഇതിനകത്തുണ്ടല്ലേ മന്ദാഗിരി. രാവിലെ നല്ല മൂഡിൽ കാര്യങ്ങൾ പ്രേമന്റെ സിനിമയിലായിരുന്നു. ഇപ്പൊ ഡെയിലി ഓഫീസിൽ വരും. മമ്മിയുടെ നിർബന്ധം. പക്ഷെ എനിക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാനാണ് ഇഷ്ടം. വൈഫാ ബേബിയെ കിട്ടാത്തോണ്ട് ടെൻഷനിലാണെന്ന് തോന്നുന്നു. 10-20 കോളെങ്കിലും ആയി. Miss Rabi, we got some incriminating documents from here and I suspect malpractice in your accounts. So, കുറച്ച് ഡോക്യുമെന്റ്സും ഡിവൈസസും ഞങ്ങൾ സീസ് ചെയ്യാണ് ഫോർ എ തറോ എക്സാമിനേഷൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂർത്തിയോട് പറഞ്ഞാൽ മതി. ഇത് കഴിഞ്ഞെങ്കിൽ എന്നെ ഒന്നുകൂടെ എനിക്ക് വീട്ടിൽ പോകണം. കമ്പനി അക്കൗണ്ട്സിൽ കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ ഒരു MD ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത്? കുഴപ്പമൊക്കെ മൂർത്തി നോക്കിക്കോളും. എനിക്ക് വീട്ടിൽ പോകണം. വൈഫ് വെയിറ്റ് ചെയ്യുന്നു. പ്രോസിക്യൂഷൻ ഉണ്ടായാൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത് മൂർത്തിയല്ല, MD-യാ. തല പോകുന്ന കേസൊന്നുമല്ലല്ലോ. ഇവിടുന്ന് വേറെ ഡോക്യുമെന്റ്സ് ഒന്നും കിട്ടിയില്ലേ? ഇല്ല സാർ. ലാപ്ടോപ്പ് ചെക്ക് ചെയ്തായിരുന്നോ? ഇല്ല, അതിൽ പേഴ്സണൽ തിങ്സ് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അത് അദ്ദേഹമല്ലല്ലോ തീരുമാനിക്കേണ്ടത്. യു സീസ് ദ ലാബ്. ഓക്കെ സാർ. ദിസ് ഈസ് മൈ പേഴ്സണൽ ലാപ്ടോപ്പ്. ഇതിൽ ഒഫീഷ്യലായിട്ടൊന്നുമില്ല. ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാൻ പറ്റില്ലെന്നോ? അപ്പൊ അതിനകത്ത് കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. എബി, ഇവിടെയുള്ള എന്ത് സാധനം സീസ് ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. സാറേ കൊടുത്തേക്ക്, നമുക്ക് ഒളിക്കാനൊന്നുമില്ലല്ലോ. ഇതിൽ എൻ്റെ മാരേജ് വീഡിയോസും പേഴ്സണൽ ഫോട്ടോസൊക്കെ ഉണ്ട്. അത് ബാക്കിയുള്ളവർ കാണുന്നത് എനിക്ക് താല്പര്യമില്ല. നിങ്ങളൊരു 10 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് തരാം. മാരേജ് വീഡിയോസ് അല്ലേ ഉള്ളൂ, അല്ലാതെ അഡൽട്ട് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. യു ഹാൻഡ് ഓവർ ദ ലാപ്ടോപ്പ് ആസ് ഇറ്റ് ഈസ്. വിവേക്, ടേക്ക് ഇറ്റ്. ഇല്ലില്ല, ഞാൻ സമ്മതിക്കില്ല. ഇതൊന്ന് ഗുണ്ടായിസോ? മിസ് ബേബി, ഗുണ്ടായിസം കാണിക്കുന്നത് നിങ്ങളാണ്. ഞങ്ങളുടെ ഡ്യൂട്ടി സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിനെ കൂട്ടി വരുന്നത്. അവർ പുറത്തുണ്ട്, വിളിക്കണോ? സാറേ അവര് ചോദിച്ചാൽ കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാകും. എൻ്റെ പേഴ്സണൽ ഫോട്ടോസ് ബാക്കിയുള്ളവർ കാണുന്നു. ദിസ് ഇസ് നോട്ട് ഫെയർ. ഗിവ് ഇറ്റ് ടു മീ. ഇത് ഞാൻ വെച്ചോളാം. യു മേക്ക് എ സെപ്പറേറ്റ് എൻട്രി ഫോർ ദിസ്. ഇതിന്റെ പാസ്വേഡ് ഉണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പുറത്തു കൊടുത്ത് വേറെ എക്സ്പെർട്സിനെ കൊണ്ട് ഓപ്പൺ ചെയ്യിച്ചോളാം. വാവാ 1 2 3 4. വാവാ 1 2 3 4. സാറിനെ ഇപ്പോഴും വീട്ടിൽ വാവേന്നാണ് സാറേ വിളിക്കുന്നത്. വാടോ. പാസ്വേഡ് ഉണ്ടോ? സാറേ, സാർ ടെൻഷൻ അടിക്കണ്ട. കുഴപ്പമുള്ള ഒരു ഫയലും അവരുടെ കിട്ടിയിട്ടില്ല. അതൊക്കെ ഒളിപ്പിക്കേണ്ട സമയത്ത് ഒളിപ്പിച്ചിട്ടുണ്ട് ഈ മൂർത്തി. നല്ലത് പറഞ്ഞാൽ തല്ലാൻ മതിയാണ്. ഹലോ എടാ, നിന്റെ 2-3 മിസ് കോൾ കണ്ടിരുന്നല്ലോ. എന്താടാ കാര്യം? സിനിമ വല്ലതും സെറ്റായോ? ആ അമ്മാവാ, ഞാനതിന് മീറ്റിംഗിന് പോകാൻ നിൽക്കായിരുന്നു. സാറല്ലേ ആക്ടർ? പുള്ളിയുടെ ബീച്ച് ഗസ്റ്റ് ഹൗസിൽ വെച്ചൊരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ. സുന്ദർനാഥോ? അയാളുടെ സിനിമ കാണാൻ ആരെങ്കിലും കേറുകൂടാ? എല്ലാ സിനിമയിലും പേരല്ലേ. പിന്നെ ഈയിടെ പ്രൊഡ്യൂസറെ തല്ലിയ കേസും കൂടെ ആയപ്പോ ഉള്ള ഇമേജും പോയി. എന്ത് ചെയ്യാൻ അമ്മാവാ, പുള്ളിയുടെ കിട്ടിക്കഴിഞ്ഞാൽ ആ ചാമക്കാല ഫിലിംസിന്റെ സാഗരൻ ചാമക്കാല പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മാവ, ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. ഈ സുന്ദർനാഥ് സാറിനെ ഒരു ഇൻകം ടാക്സ് കേസ് ഉണ്ടേ. അമ്മാവൻ ഓഫീസറാന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. ഫ്രീ ആണെങ്കി ഒന്ന് എന്റെ കൂടെ വരയിരുന്നെങ്കിൽ എനിക്ക് ഡേറ്റ് കിട്ടാൻ ഹെൽപ്പ് ആയനെ. എടാ, ഞാന് ഒരു റെയ്ഡ് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോവുക. അത് സാരമില്ല, നിന്റെ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരാം. നീ ഇപ്പൊ എവിടാ? ഞാനിവിടെ പാസ്പോർട്ട് ഓഫീസിന് മുമ്പിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുണ്ട്, അവിടെ നിൽപ്പുണ്ട്. അപ്പൊ നീ അതിന്റെ മുമ്പിൽ ഇറങ്ങുന്നില്ല, ഞാൻ അതുവഴി വരാം. നമുക്ക് എന്റെ ഫ്ലാറ്റിലൊന്ന് കേറിയിട്ട് പോവാം. ആ മതി. താങ്ക് യു അമ്മാവ. ഇവന്റെ വീടായിരുന്നു. അങ്ങനെ ചെയ്താ മതി. നീ എത്തിയോ? മൂർത്തിയോട് സംസാരിക്കായിരുന്നു. ഭാവി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഇൻകം ടാക്സ് റഫായിട്ട് വല്ലതും പെരുമാറിയോ? ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം. അതൊന്നുമല്ല, ഭാവിക്ക് എന്തോ ടെൻഷനുണ്ട്. നിന്റെ ലാപ്ടോപ്പ് അവിടെ എടുത്തോണ്ട് പോയാണോ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഭാവിയുടെ ലാപ്ടോപ്പിൽ നിന്ന് അവർക്ക് എന്നെ കിട്ടാനാ? ഒരു മിനിറ്റ്.
ഈ ലാപ്ടോപ്പ് അവന്റെ ലാപ്ടോപ്പിൽ നിന്ന് മാറുന്ന ലക്ഷണം ഉണ്ടല്ലേ, 2 വൈറ്റ് കളർ. സുന്ദർ സാറ് ഗസ്റ്റ് ഹൗസിലെത്തിന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അതെ, ആ നമുക്ക് പോകുന്ന വഴി എന്റെ ഫ്ലാറ്റിലൊന്ന് കയറണേ. ആകെ മുഷിഞ്ഞിരിക്കുക. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഷടയെന്നങ്ങ് പോവാം. അമ്മാ, ആണ്ടി. പതിയെ പോയാ മതി അമ്മാവ. എവിടെയെങ്കിലൊക്കെ തട്ടേ മുട്ടൊക്കെ ചെയ്താ പിന്നെ ഒരു രാശിയേടാണ്. എന്റെ മോളെ നീ ഒന്ന് വിഷമിക്കാതിരിക്കേ. നിങ്ങളുടെ ഒരു മോള് എന്റെ തലയ്ക്ക് ഭ്രാന്ത് വന്നിരിക്കും. നിങ്ങളോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞല്ലേ ചെയ്യരുതെന്ന്. ഇൻകം ടാക്സുകാർക്ക് ഗുണമുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ നോക്കത്തുള്ളൂ. അയാളെ സമ്മതിച്ച അയാളെ കണ്ടാലേ അയാളൊരു മാന്യനാ. ഓ മാന്യൻ, നിങ്ങൾ ആണുങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് അറിയാവുന്നതാ. പണ്ടൊരു മാന്യ കോളേജിൽ പഠിച്ചവന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് അപ്പൻ അയച്ചാ പഠിത്തം നിർത്തി കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് അയച്ചു ജീവിതം തൊളിച്ചത്. ഇവിടെ എന്താ കുഴപ്പം? മോളെ നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. അയാളത് നോക്കത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും കണ്ടേ നോക്കത്തില്ലേ? ഇല്ല, നോക്കും. ഇല്ല, അയാളെ നോക്കും. അയാളുടെ ഫ്രണ്ട്സിനെ കാണിക്കും. എനിക്ക് മോളെ. ഓ മമ്മി, അയ്യോ മമ്മി. ഒരു വായും മമ്മി. ആ മമ്മി. ആ തളിക്കെന്താ വേണ്ടെന്ന് വെച്ചാൽ പോയി നോക്ക്. തള്ളയല്ല, മിണ്ടാതിരി മമ്മി മമ്മി. ഹായ് മമ്മി. എന്താ ഭാവി പ്രശ്നം? ഒന്നുമില്ല. എന്താ മോളെ എന്താ എന്താ എടാ മാറ് മോളെ. അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നില്ല. ഇല്ല കണ്ണൊന്നും പറഞ്ഞിട്ടില്ല. ദേ നോക്കി. എന്താ പറ്റിയെന്ന് പറ. എന്താ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാ ഇൻകം ടാക്സുകാർ വന്ന് എന്റെ വിഷമത്തിലിരിക്കുന്ന. അത്രേ ഉള്ളൂ. നീ അങ്ങ് മാറിയേക്ക്, ഞാൻ പറഞ്ഞു കൊടുക്കാൻ കാര്യങ്ങൾ. മോളെ ഇതൊക്കെ ആദ്യം ആയതുകൊണ്ടാ, കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശീലമായിക്കോളൂ അല്ലേ? അതെ പിന്നെ ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ കരയാൻ തുടങ്ങിയാൽ എങ്ങനെ? ഇതിനല്ലേ ചാർട്ടർ അക്കൗണ്ടിനെ വെച്ചേക്കുന്നേ. അവരിതൊക്കെ നോക്കിക്കോളും. ചാർട്ടർ അക്കൗണ്ടൊക്കെ ഇതാണല്ലോ പണി. പിന്നല്ല ഞാനിവിടെ കെട്ടി വന്നപ്പോ എന്തായിരുന്നു ഇവിടത്തെ മേളം? പോലീസ്, അടിപിടി, അത്രയല്ലേ ഉള്ളൂ. അതിലും വലിയ വൃത്തിയാണ് മമ്മിയുടെ മോൻ കാണിച്ചു വെച്ചേക്കുന്നത്. ഭാവേ എന്താ കാണിച്ചേ? പിന്നെന്താ വിളി ഭ്രാന്ത് പറയുന്നത്? ഭ്രാന്ത് എനിക്കല്ല, നിങ്ങളുടെ മോനാ. നീ ആളുകളല്ലോ വന്നേറി 3-4 മാസമില്ല, എന്റെ തലയിൽ കയറി ഇറങ്ങുന്നോ? ഇറങ്ങി പോകുന്നുണ്ടോ? എന്നോട് ഇറങ്ങി പോവാനോ? എന്നെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. നിനക്ക് എന്റെ സ്വഭാവം പറയണ കേട്ടല്ലേ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവളുടെ എന്താണ് കൊണ്ടുപോയി തോന്നുമല്ലോ. നീ മമ്മിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്റെ കൺട്രോൾ പോയി നിൽക്കുവാ. ഞാനെന്താ പറയണ, എന്താ ചെയ്യണെന്ന് എനിക്ക് എന്നെ അറിയാൻ പാടില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ എന്ന് പറഞ്ഞാ ഇപ്പോ ആ ലാപ്ടോപ്പ് എന്റെ കൈ കിട്ടണം. അതില്ലാതെ താൻ എന്റെ അടുത്തോട് വരണ്ട. ഇന്ന് അത് കിട്ടില്ല, എന്റെ ശവമായിരിക്കും കാണാൻ പോകുന്നത്. കെട്ടി തൂക്കി ചാവും ഞാൻ. മോളെ ഞാൻ എങ്ങനെയെങ്കിലും അയാളുടെ കാല് പിടിച്ചത് മേടിച്ചോണ്ട് വരും. നീ ടെൻഷൻ അടിക്കല്ലേ, കൂളാവും. റിലാക്സ്. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ബാവയോടെ നിന്നേ. എന്താ? അവളുടെ പിണക്കം മാറ്റാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും പരാക്രമം പിടിച്ചു പോണത്. ഐസ്ക്രീം അല്ല, പിസ്സ. എന്താ വേണോ? വാവേ മമ്മി വാവേ വിളി ഒന്ന് നിർത്തോ. എടാ പെൺകോന്താ, അവൾ ഈ പറയുന്നൊക്കെ നീ സാധിച്ചു കൊടുത്താ അവൾക്ക് നിന്നെ ഒരു വിലയും കാണത്തില്ല. ഞാൻ അങ്ങ് സഹിച്ചു. തുടക്കത്തിൽ എങ്ങനെ ആയാലേ കേസും കോടതി അവനത് നേരെ എടുക്കത്തില്ല.